Salt. ഹലോ, ഇതൊരു 4-5 മാസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ജോയിൻ ചെയ്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂടെ വേറൊരു കുട്ടിയും കൂടി ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ പ്രോപ്പർ പ്ലേസ് ബംഗ്ലാദേശിലാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കാൻ തുടങ്ങിയ ചില കാര്യങ്ങൾ ഞാൻ പറയണത് അവൾക്ക് മനസ്സിലാവില്ല, അവൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവില്ല. പക്ഷേ എന്തോ ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഒരു ദിവസം മാഡം അവളോട് പറഞ്ഞു, എന്താ ഇപ്പോൾ സ്നേഹമൊക്കെ കുറഞ്ഞോ, ഫുഡൊന്നും കൊണ്ടുവരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അവളാണെങ്കിൽ ഓരോ വെറൈറ്റി ഫുഡ്സൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരിക, അതുപോലെ അത് നമ്മൾ കഴിക്കുന്നതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഞങ്ങളാരും വേണ്ടാന്നും പറയാറില്ല. അപ്പോൾ ഒരു ദിവസം അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരൊറ്റ പറച്ചിലോട്ട് ഉണ്ടായതാണ് ഈ ഒരു പാനിപൂരി കഥ. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണല്ലോ ഈ ഒരു പാനിപൂരി എന്ന് പറയുന്ന ഫുഡ്സൊക്കെ. ഞങ്ങൾ സ്വന്തം ബംഗു എന്നാട്ടെ ഞങ്ങൾ ഇവിടെ വിളിക്കുക. അങ്ങനെ എന്തൊക്കെയാണ് അതിൽ കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളതെന്ന് എനിക്ക് വല്ലാണ്ട് അറിയില്ല. ഞാൻ ഹെൽപ്പറായിട്ട് പിന്നാലെ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. അത് ഈ ബോയിൽ ചെയ്ത ഉരുളക്കിഴങ്ങ്, പിന്നെ ബോയിൽ ചെയ്ത കടല, ലെമൺ ജ്യൂസ്, പച്ചമുളക് ചതച്ചത്, പിന്നെ വേറെ എന്തൊക്കെയോ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 4 മണിക്ക് ഡെയിലി ചായ കുടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പഴംപൊരി, ഉള്ളിവട, അങ്ങനത്തെ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു ഹെൽപ്പറായിട്ട് കൂടെ നിൽക്കാൻ തന്നെ കാരണം വേറൊന്നുമല്ല, കണ്ടതൊക്കെ പെറുക്കി തിന്നാലോ, അതുകൊണ്ടാണ്. ഞങ്ങൾ പ്രൊഫഷണലിസമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ വന്ന് എന്താണെന്ന് നമുക്കറിയില്ല. എന്നാലും ഏകദേശം അതുപോലൊക്കെ ആയിട്ടുണ്ട്. ഞാനെല്ലാം നോക്കി കണ്ട് നിന്ന് ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ് റൂം തന്നെ ഞങ്ങൾ അതിനു വേണ്ടി മാറ്റി വെച്ചു. പിന്നെ ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും ചായയൊക്കെ എടുത്ത് വന്നു. അവസാനം ഫൈനൽ റൗണ്ടിലേക്ക് എത്തി. ഒരു ആ ബോളിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ടൊക്കെയാണല്ലോ അതിലിടുക. ഇത് പുളിവെള്ളമാണ് കേട്ടോ. പക്ഷെ പുളിയല്ല അതിലുള്ളത്, ഒരു മധുരമാണ്, അതിൽ വേറെ എന്തോ ചേർത്തിട്ടുണ്ട്, അതെനിക്കറിയില്ല എന്താണെന്ന്. സ്വന്തമായി ഉണ്ടാക്കി സ്വന്തമായി ആസ്വദിക്കുന്ന ഒരാളാണിത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് റൗണ്ട് എൻ്റേതാണ്. അതിൽ കുറച്ച് മിക്സ്ചറും പിന്നെ തൈരിൽ പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ഒരു മിക്സും കൂടി അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ കുറേ തോണ്ടി തിന്നു ഫസ്റ്റ്. സത്യം പറഞ്ഞാൽ ബോൾ വായിൽ കൊള്ളണേ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേറൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ടാവും, ഒരു 4-5 എണ്ണമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടാവും. ഇത് ഓരോരുത്തർക്ക് പിന്നെ ഓരോരോ ടേസ്റ്റാണല്ലോ. അപ്പോൾ ഓരോരുത്തർ കഴിച്ചിട്ട് അതിൻ്റെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ തൈരിൽ പഞ്ചസാര ഇട്ട സാധനങ്ങളൊക്കെ. ഇതൊക്കെ അവൾ സ്വന്തമായി വാങ്ങിയതാണ് കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ വാലിടുമ്പോൾ ഞങ്ങൾ അവിടെ അപ്പുറത്തുനിന്ന് കൗണ്ടർ അടിക്കുന്നുണ്ടായിരുന്നു. ഇവള് ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നു. അപ്പോൾ വായിൽ കൊണ്ടുപോയിട്ട് ഇടുക, അങ്ങനെ വായിലിട്ട് കഴിക്കണം എന്നൊക്കെ പറയുന്നതാണ്. ഞാൻ നാട്ടിലത്തെ പാനിപൂരി ഒന്നും അങ്ങനെ കഴിക്കാറില്ല, എനിക്കിഷ്ടമല്ല. നമ്മൾ കടയിൽ ഇങ്ങനെ ബംഗാളികളൊക്കെ വിൽക്കുന്ന ഉണ്ടാവില്ലേ, അതെനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല. പക്ഷെ ഇവള് ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കഴിക്കുകയും ചെയ്തു കേട്ടോ ഞങ്ങൾ. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ റുക്സാന ആക്കണത് നോക്കിയിരിക്കല്ലേ, സ്വന്തമായിട്ട് പൊട്ടിച്ചിട്ട് ഞാനങ്ങനെ 3ാമത് എടുക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൽ വേറെ മധുരമില്ലാത്ത കുറേ സാധനങ്ങളിലുണ്ട്, നമ്മളങ്ങനെ കഴിച്ച് പോയി. എനിക്ക് മധുരത്തിനോട് വല്ലാണ്ട് താല്പര്യമില്ല. അവളിതങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വേസ്റ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം ഞങ്ങൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പുളിവെള്ളമാണ്, അതിൻ്റെ ഇടയിൽ അതൊക്കെ ഇങ്ങനെ നന്നായി അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി ഓഫീസ് വൈബാണ് ഈ ഒരു വീഡിയോയിൽ. ഇനി അടുത്ത് ഇതേപോലെ ഒരുപാട് നല്ല നല്ല കഥകളും കോമഡീസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബായ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.